നമ്മുടെ ലിങ്ക് ഒന്ന് കയറിയതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് കാണാൻ പറ്റും, കാൻഡിഡേറ്റ്സ് ആക്ടിവിറ്റി എന്നുള്ളത്. അവിടെ രജിസ്റ്റർ സ്വയം ജൂലൈ സെമസ്റ്റർ എന്ന് അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റുന്ന ഇൻ്റർഫേസ് ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസ് കാണും. സ്റ്റെപ്പ് ബൈ ഓൺലൈൻസ്, അതേപോലെ സ്റ്റെപ്പ് ടു അപ്ലൈ ഓൺലൈൻസ്, അതേപോലെ രജിസ്റ്റർ യുവർ സെൽഫ്, അതേപോലെ ഓൾറെഡി രജിസ്റ്റർ കാൻഡിഡേറ്റ്. നമുക്ക് വേണ്ടത് രജിസ്റ്റർ ചെയ്യാനാണ്. അപ്പോൾ രജിസ്റ്റർ മെൻഷൻ എബോവ് ഫോർ ദ എബോവ് മെൻഷൻഡ് എക്സാമിനേഷൻ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് പോവുക. അവിടെ നമുക്ക് കാണാൻ പറ്റും എത്രയാണ് കോഴ്സിൻ്റെ ഫീസ്, എക്സാമിൻ്റെ ഫീസ് നമുക്ക് കാണാൻ പറ്റും. അത് നോക്കിയിട്ട് നമുക്കൊന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് താഴോട്ട് പോകാവുന്നതാണ്. താഴോട്ട് പോയതിന് ശേഷം അവിടെ നമുക്ക് ഒരു ടിക്ക് ചെയ്യാനുള്ള കോളം കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തതിന് ശേഷം ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്ന് കാണാം. അവിടെ കൊടുക്കുക. അവിടെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഫില്ല് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അത് കൺഫർമേഷൻ ചെയ്യാൻ 2 വട്ടം നമുക്ക് ഫില്ല് ചെയ്യേണ്ടി വരും. പിന്നെ അതുപോലെ പ്രസൻറ്റ് അഡ്രസ്സ്, നമ്മുടെ ആൾട്ടർനേറ്റീവ് നമ്പർ കാര്യങ്ങൾ, നമ്മുടെ ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് വി ഹാവ് ടു അപ്ലൈ ഓൺ ദാറ്റ് കോളംസ്. അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ആ ക്യാപ്ച അടിച്ചിട്ട് നമുക്ക് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കില്ല നിങ്ങൾക്ക് വരുന്നത്. ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. അപ്പോൾ അവിടെ വേറൊരു കോളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടാകും അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യാൻ കാണിക്കാം ഏതൊക്കെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ എല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് വരുന്ന ഒരു ഇൻ്റർഫേസാണ് ഇത്. അപ്പോൾ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഇതായിരിക്കും നമുക്ക് വരുന്ന ഇൻ്റർഫേസ്. ഇതുപോലെ ആയിരിക്കും. അവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആയിരിക്കും. പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ ക്യാപ്ച കൊടുത്തിട്ട് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. കോൺടാക്ട് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, നമ്മുടെ പേര്, നമ്മുടെ രക്ഷിതാക്കളുടെ പേര്, അതേപോലെ നമ്മുടെ കാറ്റഗറി, കാസ്റ്റ് എല്ലാം കൊടുത്തിട്ട് അവിടെ നമ്മൾ PWD നോ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. നോ കൊടുത്തതിന് ശേഷം അവിടെ നാഷണൽ ഇന്ത്യൻ കൊടുത്തതിന് ശേഷം അടിയിൽ എല്ലാത്തിലും നമുക്ക് ക്യാപ്ചയും അതേപോലെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് ആണ്. അവിടെ ആധാർ കാർഡ് കൊടുത്തിട്ടാണ് ഞാൻ വെരിഫൈ ചെയ്തിട്ടുള്ളത്. ആധാർ കാർഡിൻ്റെ നമ്പറും നമ്മുടെ പേരും മാച്ചായി വെരിഫൈ ചെയ്യണം. അത് കഴിഞ്ഞ് ആപ്പാർ ഐ ഡി എന്ന് പറയുന്നത് നമുക്ക് സ്റ്റുഡൻസ് ID ആണ്. അതുള്ളവർ കൊടുക്കാം, ഇല്ലാത്തവർക്ക് നോ കൊടുക്കാം. അടുത്തത് എക്സാം സെൻറ്റർ ഡീറ്റെയിൽസ് ആണ്. നമുക്ക് വേണ്ട എക്സാം സെൻറ്റർ കൊടുക്കാം. ഞാനിവിടെ മഹാരാഷ്ട്രയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് മഹാരാഷ്ട്രയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കേരളത്തിൽ നമുക്ക് സെൻറ്റർ കൊടുക്കാം. പിന്നെ അതേപോലെ കോളേജ് കോഴ്സ് ആൻഡ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത് നമ്മുടെ യൂണിവേഴ്സിറ്റി, തമിഴ്നാട് ടീച്ചിങ് യൂണിവേഴ്സിറ്റി അത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഏതാണ് കോളേജ് എന്നുള്ള ഡീറ്റെയിൽസും കൊടുക്കാം. അടുത്തിട്ട് നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ID കാർഡിൻ്റെ നമ്പറാണ്. ആ ID കാർഡ് നമ്പർ കൊടുത്തിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. റോൾ നമ്പർ അഥവാ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ ഇല്ലെങ്കിൽ, റോൾ നമ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലെങ്കിൽ അവിടെ റോൾ നമ്പർ കൊടുക്കാവുന്നതാണ്. കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ട്രാൻസ്ഫർ നമ്മുടെ യൂണിവേഴ്സിറ്റിയുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ എസ് കൊടുക്കാം. അതേപോലെ നമ്മുടെ കോൺടാക്ട് ഇൻഫർമേഷൻ എംപ്ലോയറുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓൾറെഡി എനിക്ക് അവിടെ ICT ടീച്ചിങ് ആൻഡ് ലേണിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ ക്യാപ്ച കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വരുന്നത് അടുത്ത ടാബായിരിക്കും. അടുത്ത ടാബ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത ടാബ് എന്ന് പറയുന്നത് ഡോക്യുമെൻ്റ് അപ്ലോഡാണ്. ഡോക്യുമെൻ്റ് അപ്ലോഡ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോയാണ്. അതേപോലെ നമുക്ക് വേണ്ടത് നമ്മുടെ സൈനാണ്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം 10 KB കുറയാനോ 200 KB കൂടാനോ പാടില്ല. ചൂസ് ഫയലിൽ ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ കൊണ്ടുവരാം. എന്നിട്ട് ആക്ഷൻ എന്നുള്ളിടത്ത് അവിടെ അപ്ലോഡ് എന്ന് കാണിക്കാം. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നീല ഫോണ്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ക്ലിക്ക് ഹിയർ ടു വ്യൂ അപ്ലോഡ് ഡോക്യുമെൻ്റ്. അതേപോലെ സിഗ്നേച്ചറും അതുപോലെ തന്നെയാണ്. അങ്ങനെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാം. സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്തത് നമുക്ക് ഫൈനൽ വ്യൂ കിട്ടും. ഫൈനൽ വ്യൂ കിട്ടിയതിന് ശേഷമാണ് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. മൊത്തം ഒന്ന് റീചെക്ക് ചെയ്യാം. റീചെക്ക് ചെയ്തതിന് ശേഷം ആണ് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇങ്ങനെ കാണാം മൊത്തം. അപ്പോൾ നമ്മുടെ അപ്ലോഡ് ചെയ്ത എല്ലാ ഡീറ്റെയിൽസും കൂടെ കാണാൻ പറ്റും. എല്ലാത്തിനും നമ്മൾ ടിക്ക് ചെയ്തിട്ട് നമ്മുടെ വെരിഫൈ ചെയ്തതെന്ന് ഉറപ്പ് വരുത്തതിന് ശേഷം താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് അഗ്രി കാണാം. അഗ്രി കഴിഞ്ഞിട്ട് നമുക്ക്
യെസ് കൊടുത്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു, സബ്മിഷൻ കൊടുക്കാം. അടുത്തത് വരുന്ന ടാബ് ഇങ്ങനെ ആയിരിക്കും. ഈ ടാബിൽ നമുക്ക് വരുന്നത് രജിസ്ട്രേഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റഡ് ആയി, അപ്ലിക്കേഷൻ ഫോം വ്യൂ കംപ്ലീറ്റഡ് ആയി. അടുത്തത് ലാസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള ഫീ പേയ്മെൻ്റ് ആണ്. ഫീ പേയ്മെൻറ്റ് നമുക്ക് പേ എക്സാമിനേഷൻ ഫീ 500 രൂപ എന്ന് കാണാൻ പറ്റും. ഫീ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്ലിക്കേഷൻ ഫോം നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. എഡിറ്റ് ഫോം കാണാം, അത് 500 രൂപ ഫീ അടച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. ഫീ കൊടുത്തതിന് ശേഷം ഓൺലൈൻ പേയ്മെൻറ്റ് കൊടുക്കാം. പ്രൊസീഡ് കൊടുത്തിട്ട് നമുക്ക് അവിടെ ഒരു കനറ ബാങ്ക് പേയ്മെൻറ്റ് ഗെറ്റ്വേ എന്നുള്ളതാണ്. അവിടെ ഓപ്ഷൻ കൊടുത്തതിന് ശേഷം പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും ഇങ്ങനൊരു ടാബ്. അവിടെ UPI കൊടുത്തിട്ട് നമുക്ക് QR കോഡ് കിട്ടും. QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമുക്കവിടെ 500 രൂപ പേയ്മെൻറ്റ് അടച്ചാൽ നമ്മുടെ ആപ്ലിക്കേഷൻ, നമ്മുടെ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി.